അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണിത്. പക്ഷെ ലോങ് വീഡിയോ എന്ന് പറയാനും മാത്രമുള്ള ലെന്തൊന്നും വീഡിയോയ്ക്കില്ല. അതുമാത്രമല്ല, കണ്ടന്റ് വൈസും ക്വാളിറ്റി വൈസും നമ്മളൊരു ബിഗിനർ എന്ന നിലയിൽ കുറച്ച് പുറകിലോട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ അതിനൊരു മാപ്പ് അപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തിലോട്ട് വരാം. ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ അത്യാവശ്യത്തിലധികം തിരക്കുള്ളൊരു ദിവസം കൂടിയാണ്. സ്പെഷ്യൽ ഡേ ആണെന്ന് പറയേണ്ട റീസൺ, എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണിന്ന്. അതുപോലെ തന്നെ തിരക്കുള്ള ദിവസം എന്ന് പറയാനുള്ള കാരണം, ഇന്ന് എൻ്റെ PG എക്സാമിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ ലാസ്റ്റ് എക്സാം ആണ്. അപ്പോൾ രാവിലെ തന്നെ ധൃതി പിടിച്ച് എക്സാമിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എക്സാം ഉച്ചയ്ക്ക് 1 മണി വരെ ആയിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര ബ്രില്യൻ്റ് ആയതുകൊണ്ട് 12 മണിയായപ്പോൾ തന്നെ എക്സാം എഴുതി കഴിഞ്ഞു. ബ്രില്യൻറ്റിൻ്റെ മാർക്കൊന്നും ചോദിക്കരുത്. അപ്പോൾ എക്സാമൊക്കെ എഴുതി കഴിയുമ്പോഴത്തേക്ക് ഒരു ക്ഷീണം, അത് ഭയങ്കര സ്വാഭാവികമാണല്ലേ. അപ്പോൾ ഞാൻ നേരെ PGയിലോട്ട് തിരിച്ചു വന്നിട്ട് കുറേ വെള്ളം കുടിച്ചു, ആഹാരം കഴിച്ചു. ഇനി ഒന്ന് കിടന്ന് ഉറങ്ങണം. അതാണ് എൻ്റെ മാസ്റ്റർ പ്ലാൻ. നമ്മുടെ ഫംഗ്ഷൻ വന്നിട്ട് വൈകിട്ട് 6 മണിക്കാണ്. 6 മണിക്ക് ഞാനിവിടെ എത്തണമെങ്കിൽ 4:45 ഞാനിവിടെ നിന്ന് ഇറങ്ങണം. പക്ഷെ 4:45 ഞാനിവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ അതിന് മുന്നേ ഉറക്കം എണീറ്റിട്ട് ഗിഫ്റ്റ് റാപ്പ് ചെയ്യണം. പിന്നെ വലുതായിട്ടല്ലെങ്കിലും ചെറുതായിട്ട് കുറച്ച് ബ്യൂട്ടീഷ്യൻ വർക്കൊക്കെ ചെയ്യണം മുഖത്ത്. അപ്പോൾ ഉച്ചയുറക്കമൊക്കെ പാസ്സാക്കിയിട്ട് അടുത്തിനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ ആലോചനയുടെ ഒടുവിൽ മുഖത്ത് കുറച്ച് പാക്ക് ഇടാമെന്ന് ഞാനും ആലോചിച്ചു. മുഴുവൻ ടാൻഡ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ പൊതുവേ അങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്തെ സ്കിൻ മുഴുവൻ ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത എൻ്റെ ആ ക്ലോസ് ഫ്രണ്ടിനെ പറ്റി പറയാം. റുക്സാന എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. ഞങ്ങൾ റുക്കു എന്ന് വിളിക്കും. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആളായിരുന്നു റുക്കു. ഞങ്ങൾ +1 +2 ഒരേ ക്ലാസ്സിലാണ് കേട്ടോ പഠിച്ചത്. പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. എല്ലാ നാടകങ്ങളിലും പോയി അഭിനയിക്കും. അങ്ങനെ കുറേ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് അഭിനന്ദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ. പിന്നീട് ആ +1 +2 കഴിഞ്ഞിട്ടും ആ റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. അതിലൊരാളാണ് റുക്കു. അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ ആളും ഏറ്റവും ഇമ്മച്യൂർ ആയിട്ടുള്ള ആളും റുക്കു ആയിരുന്നു കേട്ടോ. പക്ഷേ ഇന്നൊരു കുഞ്ഞിൻ്റെ അമ്മയാണ് അവൾ. അപ്പോൾ എനിക്കത് ആലോചിക്കുമ്പോഴത്തേക്കും ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നും. കാരണം അവിടെ നിന്ന് റുക്കുവിന് ഭയങ്കരമായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഏറ്റവും മെച്യൂറായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് അവൾ. അപ്പോൾ അവളെപ്പറ്റി ആലോചിക്കുമ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട്, ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റുക്കുവിന് നമ്മൾ ആവശ്യത്തിലധികം ബിൽഡപ്പ് കൊടുത്തു. ഇനി നമുക്ക് കുഞ്ഞിൻ്റെ ഗിഫ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നേരിട്ട് പോയി പർച്ചേസ് ചെയ്യാനുള്ള ദിവസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ട് അഞ്ജനയും കൂടെ ചേർന്നിട്ട് ഓൺലൈനായിട്ടാണ് ഈ ഒരു ടെഡി ബിയർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് റാപ്പ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട്. ഞാൻ റാപ്പ് ചെയ്യുന്നതിൽ മിടുക്കിയല്ലാത്തത് കൊണ്ട് തന്നെ ഈജിപ്തിലെ മമ്മിയെ പോലെ ആയിപ്പോയി എൻ്റെ റാപ്പിംഗ്. സാരില്ല. അപ്പോൾ ബാസന്തിയുടെ മേക്കപ്പ് കഴിച്ച് കളഞ്ഞിട്ട് ഞാൻ പോയി റെഡിയായി. ഇനി നമുക്ക് നേരെ ഫംഗ്ഷന് പോവാം. അപ്പോൾ പാവങ്ങളുടെ ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ KSRTC ആണല്ലോ. അങ്ങനെ അവിടെ നമ്മൾ യാത്ര തുടങ്ങി. ഇതുപോലെ ആനവണ്ടിയിലാണ് യാത്രയെങ്കിൽ ഒരു 1-1.5 മണിക്കൂർ എടുത്താലേ നമ്മൾ ആ സ്പോട്ടിൽ എത്തത്തുള്ളൂ. അങ്ങനെ അവസാനം നമ്മൾ അവിടെ എത്തി. എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ പിറന്നാളുകാരിയും അച്ഛനും അമ്മയും മാത്രമാണ് നീല കളർ ഡ്രസ് കോഡിൽ. ബാക്കി എല്ലാവരുടെയും ഡ്രസ് കോഡ് വൈറ്റ് കളറായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വെള്ളയിൽ മുങ്ങിയിട്ടാണ് പോയത് അന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കുട്ടി. ഭയങ്കര സ്വീറ്റാണ് കേട്ടോ ആള്. സാധാരണ പിള്ളേരെ പോലല്ല, വലിയ ബഹളങ്ങളൊന്നുമില്ല. എപ്പോഴും ഭയങ്കര ചിരിച്ച മുഖത്തോടു കൂടിയാണ് ആളിരിക്കുന്നത്, നമ്മുടെ റുക്കുവിനെ പോലെ തന്നെ. ഇതാണ് റുക്കു, ഇതാണ് റുക്കുവിൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. നല്ല രസമുള്ളൊരു തീമായിരുന്നു കേട്ടോ. റുക്കു തന്നെ ചൂസ് ചെയ്ത തീമായിരുന്നു കേക്കിൻ്റെയൊക്കെ. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാവർക്കും കേക്ക് കിട്ടി. ഞാൻ വലുതായിട്ട് കഴിച്ചില്ല, ഷുഗർ കട്ട് ആയതുകൊണ്ട്. അപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് അന്നമാണ് നമ്മുടെ ഉന്നം. അപ്പോൾ ഇതാണ് റുക്കു. ഈ കേക്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നടക്കുവാണ് പുള്ളിക്കാരി. അപ്പോൾ എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരിയും ഓരോ കഷ്ണം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട്, ജസ്റ്റ് ഫോർ ആൻ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ വന്നവരുടെ എല്ലാവരുടെയും ലക്ഷ്യം അന്നമായതുകൊണ്ട് തന്നെ നമ്മളും അങ്ങോട്ടേക്ക് കടന്നു. ഇതാണ് റുക്കുവിൻ്റെ ഒരേ ഒരു ഭർത്താവ്. പുള്ളിക്കാരനും അത്യാവശ്യം ചില്ലായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ പിറന്നാളിൻ്റെ സന്തോഷത്തിൽ അല്പവസ്ത്രധാരിയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ കുഞ്ഞ്. അപ്പം ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. ഇതാണ് അഞ്ജനയുടെ അനിയനാണിത്. ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് വന്നത്. ഞാനും അഞ്ജനയും റുക്കുമൊക്കെ ഒരുമിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറന്നാളിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. നമ്മുടെ ചാനലിലെ ഷോർട്സും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയുള്ളൂ. ബൈ.